മെസ്സി വിവാദത്തിലേക്കാണ്. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ, ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തതാണ്. അതിൽ കൂടുതൽ ഫോളോ അപ്പ് വാർത്തകൾ വരികയാണ്. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. സ്പോൺസർ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നികുതി ഈടാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. വിശദമായ തുടരന്വേഷണത്തിനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. വിവരങ്ങളുമായി സുനിൽ ഐസക്കാണ് ചേരുന്നത്. സുനിൽ, ഗുഡ് മോർണിംഗ്. ഇതിൽ GST വകുപ്പിന്റെ പ്രത്യേക സംഘം ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു. നേരത്തെ തന്നെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിൽ നടപടി വരികയൊക്കെ ചെയ്തിരുന്നു. കാരണം ഇതിൽ ഈ നോട്ടീസിൽ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നതിന്റെ പേരിലൊക്കെ ആയിരുന്നു അത്. ഇതിലിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ എന്തൊക്കെയാണ് ഈ സ്പോൺസർക്കെതിരെ ഈ നികുതി വെട്ടിപ്പ് നടത്തിയെന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളത്? ദിവ്യ, ഗുഡ് മോർണിംഗ്. അർജന്റീനിയൻ ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വൻ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ആദ്യമേ തന്നെ ബോധ്യമായിരുന്നു. ഏതാണ്ട് 22 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇത്തരത്തിൽ നടന്നുവെന്നായിരുന്നു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ധനവകുപ്പ് GSTയുടെ ഒരു പ്രത്യേക സംഘത്തെ ഇതിന് അന്വേഷിക്കാനായി നിയോഗിക്കുന്നത്. ആ സംഘത്തിന്റെ റിപ്പോർട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ടാണ്. ആ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി നികുതി വെട്ടിപ്പ് നടന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നികുതി വെട്ടിപ്പിന് 3 ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, അത് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിനൊപ്പം ഒരു ഉദ്യോഗസ്ഥന് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 3 ഉദ്യോഗസ്ഥർക്ക് GST ചാർജ് മെമ്മോ നൽകിയിരുന്നു. ഇതിൽ വിസ്തീർണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനൊപ്പമാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഈ നികുതി വെട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നികുതി വെട്ടിപ്പ് നടത്തി, ലീഗൽ ഫീസിന്റെ നികുതി അടച്ചില്ല, സാമ്പത്തിക ഇടപാടുകൾക്ക് ആദായ നികുതി ഒടുക്കിയില്ല തുടങ്ങിയവയാണ് ഈ GST സംഘത്തിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഇതിൽ കൃത്യമായ തുടരന്വേഷണം ഉണ്ടാകണമെന്ന ശുപാർശ കൂടി GSTയുടെ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും തുടരന്വേഷണത്തിലേക്ക് സർക്കാർ പോകുമെന്ന് ഉറപ്പാണ്. നമ്മൾ ഇന്നലേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് ഈ അന്വേഷണം കൈമാറാനുള്ള സാധ്യതയുണ്ട്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ക്യാബിനറ്റ് മിനിറ്റ്സിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണം എന്നത് ആ ക്യാബിനറ്റ് മിനിറ്റ്സ് ആഭ്യന്തര വകുപ്പിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്ന് ഒരുപക്ഷെ DGPക്ക് കൈമാറിയേക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. അങ്ങനെ അന്വേഷണ സംഘം രൂപീകരിച്ചാൽ ഈ മെസ്സി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ അതിന്റെ ഡയറക്ടർമാരടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം പോകും. അവരെ അടുത്ത ദിവസം വിശദമായി മൊഴിയെടുക്കുന്നതിനായി വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്ന സൂചന കൂടിയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുക. എന്തായാലും ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തും. ഇതിൽ നികുതി ഈടാക്കുന്നതിൽ GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി, നികുതി നൽകാതെ ഒഴിവാകാനുള്ള ശ്രമം ഈ സ്പോൺസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നൊക്കെയാണ് കണ്ടെത്തൽ. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം, തുടരന്വേഷണമാണ് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇനി